ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു ദ സാറ്റർഡേസ് വ്ളോഗ്. ശനിയാഴ്ച എനിക്ക് നല്ല മഡ് ക്രാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. തല്ലൂർ പോണ ഹൈവേ ഉണ്ടല്ലോ, അവിടെ നല്ല അടിപൊളി മഡ് ക്രാബായിരുന്നു. അനിയുടെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ജീവനുള്ള ഞണ്ടായിരുന്നു. ഞങ്ങൾ കാലത്തെ പോയി വാങ്ങിച്ച് അത് ഫ്രീസറിൽ കയറ്റി. ആ സമയത്ത് ഞാൻ പാലക്കര ടോണിൻ്റെ അടുത്ത് ആര്യാസിൻ്റെ ഹോട്ടലിലെ അവിടെ നല്ല അടിപൊളി മസാല ദോശ കിട്ടും. അത് കഴിക്കാൻ പോയതാ. മസാല ദോശ കഴിച്ച് വന്നപ്പോഴേക്കും ഞണ്ടൊക്കെ ചത്ത് കിടക്കും. സേഫ് അല്ല, ഈസിയാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ കാലൊക്കെ ഓടിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ ഫ്രീസറിൽ അങ്ങോട്ട് കയറ്റി. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമുക്ക് ഞണ്ട് വേവിക്കാൻ തുടങ്ങാം. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, പിന്നെ ഇച്ചിരി മുളക് പൊടി, കല്ലുപ്പ്, ഇച്ചിരി വെള്ളം, ഇവയെല്ലാം ഒഴിച്ച് നമുക്ക് ആദ്യം ഞണ്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ്. ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ മസാലയിൽ ഇടാട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നല്ല പച്ച മാന്തൽ കിട്ടി. എന്നെ കെട്ടിയൊന്ന് മാന്തൽ ബ്രാൻഡാണ്, ഭയങ്കര ഇഷ്ടമാണ് മീൻ. പിന്നെ ഈ PG-ലൊക്കെ താമസിക്കുന്ന കാരണം അങ്ങനെ മീൻ വിഭവങ്ങളൊന്നും അവിടെ കിട്ടില്ല. ആഴ്ചയിൽ 1 കിലോ ചിക്കനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആളുകൊണ്ട് വരുമ്പോൾ എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി തീർന്നപ്പോൾ അനി കടയിൽ നിന്ന് പോയി മഞ്ഞപ്പൊടി മേടിച്ചു വന്നതാണ്. അതും വിട്ട് പിന്നെ മാന്തൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് വര കൊടുക്കാം. മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത്ര തന്നെ. പിന്നെ ഇച്ചിരി വിനീഗർ അല്ലെങ്കിൽ നാരങ്ങനീര്, ഇവയെല്ലാം ഒഴിച്ച് ലേശം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഈ മീൻ നന്നായിട്ട് നമുക്ക് പുരട്ടി വെക്കാം. എന്നിട്ട് ഫ്രീസറിൽ അങ്ങോട്ട് വെച്ചോ, അല്ല ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചോ. ആ ഗ്യാപ്പിൽ നമ്മൾ ഞണ്ട് റെഡിയായി. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു റോസ്റ്റ്, വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, ഉള്ളി, ഇവയെല്ലാം ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ വേവിച്ചപ്പോൾ മല്ലിപ്പൊടി ഇട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം. അത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ 2 തക്കാളി, ചെറിയ തക്കാളി തൊലി പൊളിച്ചത്, അതും കൂടി ഇട്ട് തക്കാളി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി പാലെടുക്കാം. പാലൊഴിച്ചിട്ടാണ് കേട്ടോ ഈ ഞണ്ട് കറി ഉണ്ടാക്കണേ. ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അമ്മച്ചേ, നല്ല കിടു കറിയാണ് കേട്ടോ. ഫ്രഷ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് പാലൊഴിച്ച് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ കുറുകി വന്നോളും. ആ ഞണ്ട് തിളയ്ക്കുന്ന ആ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഈ മീൻ അങ്ങോട്ട് വറുത്തെടുത്താൽ പരിപാടി കഴിഞ്ഞു. അപ്പം നമുക്ക് ചോറ് സെറ്റാക്കാം. നല്ല ചൂടുള്ള പൊന്നി അരിയാണ് ഞാൻ യൂസ് ചെയ്യുക. വണ്ണുള്ള റൈസ് എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അത് നമ്മുടെ ഉള്ളൂർ കല്യാൺ മാർട്ടിൽ കിട്ടും, ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൊന്നി റൈസ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ചോറ്, മീൻ കറി, ഞണ്ട്. എൻജോയ് ബേബി. Thank you. Thanks for the meal. What is in your meal? It's rice with crab with coconut milk curry and soul fish fry. Mandal fry. Thank you. Fabulous. You must try this. Oh my god. Thanks a lot.